266 ഫ്രാൻസിസ് മാർപ്പാപ്പ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1969 ഏകദേശം 89 വയസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ അടുത്ത സമയത്ത് സുഖമില്ലാതെ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ന്യൂമോണിയ ബാധിച്ചിരുന്നു, കിഡ്നിയെ ബാധിച്ചു. അങ്ങനെ അദ്ദേഹം ചികിത്സയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം പിടിപെട്ടിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകസമാധാനത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. എന്നും സമാധാനം ലോകത്തുണ്ടാകണം, അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ലോകത്തെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു. പാവങ്ങളെ അതുപോലെ തന്നെ ചേർത്ത് പിടിച്ച ഒരു വലിയ വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നാടെങ്ങും ദുഃഖിതരായിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത് പറയാതെ തന്നെ എല്ലാ മനുഷ്യർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയാമായിരുന്നു. എല്ലാവർക്കും അദ്ദേഹത്തിന് ഒരു ബഹുമാനമായിരുന്നു കൊടുത്തിരുന്നത്. അദ്ദേഹം മനുഷ്യരെ വേറിട്ട് കാണാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു മഹാ വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ മരണം ലോകത്തിന് വലിയ നഷ്ടമായിരിക്കുകയാണ്. അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഇന്ത്യ സന്ദർശിക്കുവാനിരുന്ന ആളായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇന്ത്യ സന്ദർശിച്ചിരുന്നുവെങ്കിൽ സമാധാനത്തിനു വേണ്ടി നിലകൊള്ളണമെന്ന് മോദിയോട് പറയുമായിരുന്നു. പക്ഷേ അതിനവസരം ലഭിച്ചില്ല. അതിനു മുമ്പേ അദ്ദേഹത്തെ മരണം പിടിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ലോകത്ത് നിന്ന് അദ്ദേഹം മാറ്റപ്പെട്ടിരിക്കുകയാണ്. നല്ലൊരു മനുഷ്യസ്നേഹിയും ആയിരുന്നു അദ്ദേഹം എന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ മരണം നമുക്കെല്ലാവർക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ബൈ.